എന്താണ് സത്യം? പീഡാസഹനത്തിൻ്റെ ഓരോ രംഗത്തിലും ദൈവിക വെളിപാടിൻ്റെ താളുകളുണ്ടെന്ന് തിരിച്ചറിയണം. ഇന്നേറെ പേരുണ്ട്, സത്യമറിയാം, പക്ഷെ അതിനെ തിരഞ്ഞെടുക്കില്ല. തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഭാഗമായി വരുന്ന നഷ്ടങ്ങൾ ഓർത്തിട്ട് അറിയാവുന്ന സത്യത്തെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുകയും കൺവീനിയൻസ്, കംഫർട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും. സത്യം തുറങ്കിലടയ്ക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം സത്യമറിഞ്ഞവർ, അറിയുന്നവർ അത് ഏറ്റുപറയാതെ പോകുന്നു. സത്യമറിയാവുന്നവരുടെ നിശബ്ദത വലിയ പാപമാണെന്ന് തിരിച്ചറിയണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു അല്ലേലൂയ. ഇന്നലെ സാൻഹെദ്രീൻ സംഘത്തിൻ്റെ മുമ്പിൽ കർത്താവ് നിൽക്കുന്ന രംഗമാണ് നമ്മൾ ധ്യാനിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ്. സത്യം വീണ്ടും വിചാരണ ചെയ്യപ്പെടുന്നു. അധികാരം, ഭൂമിയിലെ അധികാരം, ഭൂമിയിലെ രാജാവ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അധികാരത്തിൻ്റെ കസേര വലിച്ചിട്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അധികാരം സത്യത്തെ ചോദ്യം ചെയ്യുന്നു. ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. 18-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം തൊട്ട് നിങ്ങൾ ആ ഭാഗം സൗകര്യം പോലെ വായിക്കണം. തലക്കെട്ട് തന്നെ പീലാത്തോസിൻ്റെ മുമ്പിൽ എന്നതാണ്. അതായത് ഈ പീലാത്തോസ് ഒരു സൂചനയാണ് ഭൂമിയിലെ അധികാരത്തിൻ്റെ, രാജകീയ അധികാരത്തിൻ്റെ, രാഷ്ട്രീയ ശക്തിയുടെ, ഒപ്പം ഈ ക്രമത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ്റെ, ഒരു ക്രമമുണ്ടല്ലോ, ആ ക്രമത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ്റെ ഒക്കെ സൂചനയാണ് പീലാത്തോസ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഈ ഫുൾ കാഴ്ച, അതായത് പീലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുന്ന ആ രംഗമുണ്ടല്ലോ, ആ രംഗത്തെ പറയാൻ പറ്റുന്ന ഏറ്റവും കറക്റ്റായിട്ട് ദ വൺ ത്രൂ ഹൂം all things were made stands silently before a man who fears losing his position. തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന്, തൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നവൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് നിശബ്ദനായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ട്രൂത്ത്? അത് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വാക്യം, യോഹന്നാൻ 18:38. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് സത്യം? വാട്ട് ഈസ് ട്രൂത്ത്? ആ ചോദ്യം, ഇറ്റ് വാസ് നോട്ട് എ പ്യുവർ ജെനുവിൻ സെർച്ച് ഫോർ ട്രൂത്ത്. സത്യാന്വേഷിയുടെ ചോദ്യമായിരുന്നില്ല, മറിച്ച് എ കൈൻഡ് ഓഫ് എസ്കേപ്പിസം. സത്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള പീലാത്തോസിൻ്റെ തിടുക്കമായിരുന്നു ആ ചോദ്യമായിട്ട് മാറിയത്. എന്താണ് സത്യം? When truth becomes inconvenient, power tries to redefine it. ശരിക്കും നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചകളും ലോകത്തിൻ്റെ ചരിത്രവും വെച്ച് പരിശോധിച്ചാൽ പോലും this is meaningful. When truth becomes inconvenient, power tries to redefine it. സത്യം അസ്വസ്ഥതകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതെനിക്ക് എൻ്റെ കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, അതെനിക്ക് ഇൻകൺവീനിയൻസ് ആയിട്ട് മാറുമ്പോൾ, അധികാരമുള്ളവർ സത്യത്തെ തന്നെ പുനർനിർവചിക്കുന്നു. സത്യം ആപേക്ഷികമാകുന്നു. ട്രൂത്ത് ബിക്കംസ് റിലേറ്റീവ്. ഈ അപകടം അന്ന് നടന്നു, അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പീലാത്തോസിനോട് ഈശോ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഏത് യോഹന്നാൻ 18:36, ഈശോ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് വെച്ചാൽ പീഡാസഹനം കേവല സഹനം മാത്രമല്ല. പാഷൻ വാസ് നോട്ട് ജസ്റ്റ് സഫറിങ്, ഇറ്റ് വാസ് റെവലേഷൻ. ഇറ്റ് ഈസ് റെവലേഷൻ. അത് വെളിപാടുകൂടിയാണ്. പീഡാസഹനത്തിൻ്റെ ഓരോ രംഗത്തിലും ദൈവിക വെളിപാടിൻ്റെ താളുകളുണ്ടെന്ന് തിരിച്ചറിയണം. ഈ ചിന്തകളോടുകൂടി നമുക്ക് പഴയ നിയമത്തിലേക്ക് യാത്ര ചെയ്യാം. പഴയ നിയമത്തിൽ ഈ രംഗത്തിന് സമാനമായ കാഴ്ചകൾ, ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്,
ഈ കുറ്റാരോപിതനാകുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന നിഷ്കളങ്കൻ, ദ ഇന്നസെന്റ് അക്യൂസ്ഡ്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-19 ഒക്കെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് ദുഷ്ടർ കളമൊരുക്കുകയും നീതിമാനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ദുഷ്ടർ ഗൂഢാലോചന നടത്തുകയും നീതിമാനെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന രംഗം. ഒപ്പം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ സഹനദാസൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദനായിരുന്നു. യെശയ്യാ 53:7. ഇനി മറ്റൊന്ന്, പഴയ നിയമവും ഈ രംഗവുമായിട്ട് കണക്ട് ചെയ്യാവുന്നത്, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഇസ്രായേലിൻ്റെ ഫെയിൽഡ് കിങ്ഷിപ്പാണ്. പരാജയപ്പെട്ടു പോയ രാജത്വത്തെ നമ്മൾ ഇസ്രായേൽ ചരിത്രത്തിൽ കാണുന്നുണ്ട്. സാവൂള് ഹി വാസ് ക്വയറ്റ് ഇൻസെക്യൂർഡ്. അവൻ ലഭിച്ച അഭിഷേകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ അവൻ ദാവീദിനെ ഭയപ്പെട്ട് അസൂയ മൂത്ത് ജീവിച്ചു. ഹി വാസ് ഇൻസെക്യൂർഡ്. ദാവീദ് പാപം ചെയ്ത് കർത്താവിൽ നകന്നു. സോളമനാകട്ടെ കോംപ്രമൈസ് ചെയ്തു, വെള്ളം ചേർത്തു. അങ്ങനെ തോറ്റുപോയ, പരാജയപ്പെട്ടു പോയൊരു കിങ്ഷിപ്പിൻ്റെ ചരിത്രത്തിൻ്റെ അവസാനം യഥാർത്ഥ രാജാവായ കർത്താവ് നിൽക്കുന്ന നിപ്പാണത്. കർത്താവ് അധികാരം പ്രയോഗിച്ചല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ കുരിശെടുത്താണ് അവൻ്റെ രാജത്വത്തെ വീണ്ടും ലോകത്ത് സ്ഥാപിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പീലാത്തോസ് ഒരു സൂചനയാണ്, നമുക്കുള്ള പാഠവും പഠനവുമാണ്. തൻ്റെ മുമ്പിൽ സത്യം നിൽക്കുമ്പോഴും സത്യത്തെ നിഷേധിക്കുന്ന പീലാത്തോസ്. അതായത് പീലാത്തോസ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഒരു വശത്ത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഒരു വശത്ത്, ഇപ്പുറത്ത് ദ കിങ്ഡം ഓഫ് എർത്ത്, ലോകത്തിൻ്റെ സാമ്രാജ്യം ഒരു വശത്ത്. ഇതിൻ്റെ നടുക്ക് പൈലറ്റ് സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ ദ ടു കിങ്ഡംസ്, കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് കിങ്ഡം ഓഫ് വേൾഡ്. ദൈവരാജ്യത്തിൻ്റെ രാജകുമാരൻ്റെ മുമ്പിൽ, ഇപ്പുറത്ത് ലോകത്തിൻ്റെ ശൈലികളുടെ മുമ്പിൽ. ഇതിൻ്റെ മധ്യേ പീലാത്തോസ് നിൽക്കുകയാണ്. പീലാത്തോസ് ആകട്ടെ ഈശോയുടെ നിഷ്കളങ്കത തിരിച്ചറിയുന്നുമുണ്ട്. അതാണ് യോഹന്നാൻ 18-ാം അധ്യായം 38-ാം വാക്യം. ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്നവരോട് പറഞ്ഞു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അപ്പോൾ നിഷ്കളങ്കത തിരിച്ചറിഞ്ഞു. സത്യം പീലാത്തോസിന് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും പീലാത്തോസ് രാഷ്ട്രീയ സുരക്ഷിതത്വം സത്യത്തിന് മേലെ തിരഞ്ഞെടുക്കുകയാണ്. സത്യം മുമ്പിൽ നിൽക്കുമ്പോഴും തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ പീലാത്തോസ് സത്യത്തെ സൗകര്യപൂർവം വിസ്മരിച്ച് കളയുന്ന, അവഗണിച്ച് കളയുന്ന രംഗം. നോയിങ് ദ ട്രൂത്ത് ഈസ് നോട്ട് ഇനഫ്, വൺ മസ്റ്റ് ചൂസ് ഇറ്റ്. ഇത് നമ്മുടെ ജീവിതത്തിന് വേണ്ട പാഠമാണ്. നോയിങ് ദ ട്രൂത്ത് ഈസ് നോട്ട് ഇനഫ്, വൺ മസ്റ്റ് ചൂസ് ഇറ്റ്. സത്യം അറിയാം എന്നതുകൊണ്ട് കാര്യമില്ല, നീ അതിനെ തിരഞ്ഞെടുക്കണം. ഇന്നേറെ പേരുണ്ട്, സത്യം അറിയാം പക്ഷെ അതിനെ തിരഞ്ഞെടുക്കില്ല. തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഭാഗമായി വരുന്ന നഷ്ടങ്ങൾ ഓർത്തിട്ട് അറിയാവുന്ന സത്യത്തെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുകയും കൺവീനിയൻസ്, കംഫർട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും. പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ട്രൂത്ത്? വാട്ട് ഈസ് ട്രൂത്ത്? ട്രൂത്ത്, ക്രിസ്ത്യാനിക്ക് ട്രൂത്ത് ഒരു ആശയമല്ല. ഇറ്റ്സ് നോട്ട് എ കൺസെപ്റ്റ്. ട്രൂത്ത് ഈസ് എ പേഴ്സൺ. ട്രൂത്ത് ഈസ് എ പേഴ്സൺ. അതാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ സത്യം ഒരു വ്യക്തിയാണ്, ആ വ്യക്തി ഈശോയാണ്. അങ്ങനെയെങ്കിൽ സത്യമാണ് ഇവിടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വിലങ്ങ് അണിയിക്കപ്പെട്ട് പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് അവൻ ചോദിക്കുന്നു, എന്താണ് സത്യമെന്ന്? ദ വേൾഡ് തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് ജഡ്ജിങ് ക്രൈസ്റ്റ്. ശരിക്കും ആ മൊമെൻറ്റിൽ ലോകത്തിൻ്റെ പ്രതിനിധിയായ പീലാത്തോസ് വിചാരിക്കുന്നത് അവൻ മിശിഹായെ വിധിക്കുന്നു. The world thinks that it is judging Christ, but actually Christ was judging the world. മിശിഹ ലോകത്തെ വിധിച്ചുകൊണ്ടിരിക്കുന്ന നേരമായിരുന്നു അത്. ചില നേരത്ത് അങ്ങനെയാണ്, നമ്മൾ ദൈവത്തെ വിധിക്കുകയാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ ആ നേരത്ത് ദൈവം നമ്മളെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചറിയണം. അഗസ്തീനോസ് പുണ്യാളൻ, പിതാക്കന്മാരിലേക്ക് വരാം. അഗസ്തീനോസ് പുണ്യാളൻ ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത്, പൈലറ്റ് ഈസ് ദ സിംബൽ ഓഫ് ഡിവൈഡഡ് ഹാർട്ട്. വിഭജിത ഹൃദയത്തിൻ്റെ നല്ല തെളിവാണ് പീലാത്തോസ്. നമ്മളുമായിട്ടൊക്കെ ഒത്തിരി സാമ്യമുണ്ട്. ഹി റെക്കഗ്നൈസസ് ഇന്നസെൻസ് ബട്ട് ഫിയേഴ്സ് ദ കോൺസിക്വൻസസ്. നിഷ്കളങ്കതയെ, നേരിനെ, സത്യത്തെ പീലാത്തോസ് തിരിച്ചറിയുന്നു. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തുകൾ, ആ തിരിച്ചറിവ് ഏറ്റുപറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തോർത്തിട്ട് പീലാത്തോസ്
സത്യത്തെ വിഴുങ്ങുന്നു. ഇതിനെ അഗസ്തിനോസ് വിളിക്കുന്ന പേര് ട്രാജഡി ഓഫ് ഹാഫ് കൺവേർഷൻ. ട്രാജഡി ഓഫ് ഹാഫ് കൺവേർഷൻ, പകുതി മാനസാന്തരത്തിൻ്റെ അപകടം. സത്യം അറിഞ്ഞു, പക്ഷെ അതിനെ ഏറ്റുപറയാൻ കഴിയാതെ പോകുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ശൈലി, ഐ നോ വാട്ട് ഈസ് റൈറ്റ് ബട്ട് ഐ കനോട്ട് അഫേർഡ് ഇറ്റ്. ഐ നോ വാട്ട് ഈസ് റൈറ്റ് ബട്ട് ഐ കനോട്ട് അഫേർഡ് ഇറ്റ്. ഇതൊരു അപകടമാണെന്ന് തിരിച്ചറിയണേ. ക്രിസോസ്തോം പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, പീലാത്തോസിൻ്റെ ബലഹീനത അത് അജ്ഞതയല്ല, ഭീരുത്വമാണ്. പൈലറ്റ്സ് വീക്ക്നെസ് ഈസ് നോട്ട് ഇഗ്നറൻസ് ബട്ട് ഹീസ് കോവാർഡ്. അവൻ ഭീരുവായിട്ട് മാറിപ്പോകുന്നു. സത്യമറിയാവുന്നവർ ഭീരുക്കളാകുമ്പോൾ, ഭീരുത്വം ചമയുമ്പോൾ സത്യം തടവറയിൽ അടയ്ക്കപ്പെടുകയാണ്. സത്യം തുറങ്കിലടയ്ക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം സത്യമറിഞ്ഞവർ, അറിയുന്നവർ അത് ഏറ്റുപറയാതെ പോകുന്നു. ഇവിടെയും ഒരിജൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സഭാപിതാവായ ഒരിജൻ ഈശോയുടെ നിശബ്ദതയെ തന്നെയാണ് വീണ്ടും ഇവിടെ ധ്യാനിക്കുന്നത്. അതായത് ഈ നിശബ്ദതയെ ഒരിജൻ പറയുന്നത് അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിൻ്റെ നിശബ്ദതയാണ്. ആരും ഇത് പിടിച്ചെടുക്കുകയല്ല, ഞാനിത് വിട്ടുകൊടുക്കുകയാണെന്നുള്ള മനോഭാവത്തിൻ്റെ നിശബ്ദതയാണ്. ലിയോ ദ ഗ്രേറ്റ് പറയുന്നൊരു കാര്യം, ആർ യു ദ കിങ് എന്ന ചോദ്യം കർത്താവിൻ്റെ നേരെ ഉയർന്നു. യഥാർത്ഥത്തിൽ അവൻ രാജാവ് തന്നെയല്ലേ? കുരിശല്ലേ അവൻ്റെ സിംഹാസനം? അവൻ്റെ സൈന്യം അത് സൈന്യനിരയല്ല, സ്നേഹത്തിൻ്റെ യുദ്ധമുറയാണ്. അത് രക്തച്ചൊരിച്ചിലല്ല, അത് ആത്മദാനത്തിൻ്റെ ശൈലിയാണ്. ഈശോ തന്നെയാണ് രാജാവെന്ന് ലിയോ ദ ഗ്രേറ്റ് ഉറപ്പിച്ചു പറയുന്നു. ഇനി ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പഠിപ്പീര് CCC 2471-2474 പറയുന്ന കാര്യം, ക്രിസ്ത്യാനി സത്യത്തിന് സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന കാര്യം ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കുന്നു. CCC 1807 അവിടെ ജസ്റ്റിസ് ഒരു മോറൽ വെർച്യൂ ആയിട്ട്, നീതി പാലിക്കപ്പെടേണ്ടതാണ്, നീതി നടപ്പിലാക്കപ്പെടേണ്ടതാണെന്ന് സൂചിപ്പിക്കുന്നു. ജോൺ പോൾ II വെരിത്താത്തിസ് സ്പ്ലെൻഡർ എന്ന എഴുത്തിൽ ഈ വിഷയം സംബന്ധിച്ച് നമ്മൾ ഈ ചർച്ച ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തെ ഗൗരവത്തോടെ അവതരിപ്പിക്കുന്നതെന്നറിയാമോ? ട്രൂത്ത് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ഒപ്പീനിയൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിലൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, ട്രൂത്ത് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ഒപ്പീനിയൻ. അഭിപ്രായം അനുസരിച്ചല്ല സത്യം നിർണയിക്കപ്പെടേണ്ടതെന്ന്. നമ്മൾ ഇന്ന് പറയുന്ന ഭാഷയാണ്, എല്ലാവരും ഇതല്ലേ പറയുന്നത്, അപ്പോൾ ഇതായിരിക്കും സത്യം. ലോകം മുഴുവനും കൂടെ ഒരു നുണ പറഞ്ഞാലും ആ നുണ സത്യമാകാൻ പാടില്ല. ഒപ്പീനിയൻ അല്ല സത്യത്തിൻ്റെ ആധാരമെന്ന് തിരിച്ചറിയണേ. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വരികയാണ്, ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക്. അതായത് ഈ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, ന്യൂട്രാലിറ്റി ഇറ്റ്സ് എ സിൻ. സത്യമറിയാവുന്നവർ ന്യൂട്രൽ പൊസിഷൻ എടുത്താൽ, സത്യമറിയാവുന്നവരുടെ ഡിപ്ലോമസി പാപമാണ്. അതിൻ്റെ നല്ല തെളിവാണ് പീലാത്തോസ്. പീലാത്തോസ് ഈശോയ്ക്കെതിരെ ഒന്നും പറയുന്നില്ല. പീലാത്തോസിന് ഈശോയെക്കുറിച്ച് ഒരു മതിപ്പുണ്ട് താനും. പക്ഷേ സത്യമറിയാവുന്നവൻ അത് ഏറ്റു പറയാതെ ന്യൂട്രൽ പൊസിഷൻ എടുത്തപ്പോൾ, എ കൈൻഡ് ഓഫ് ന്യൂട്രൽ പൊസിഷൻ എടുത്തപ്പോൾ, ഡിപ്ലോമസി ചമഞ്ഞപ്പോൾ അത് പാപമായി ഭവിച്ചു. സത്യമറിയാവുന്നവരുടെ നിശബ്ദത വലിയ പാപമാണെന്ന് തിരിച്ചറിയണം. നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ പീലാത്തോസ് അവസാനം കൈ കഴുകി ഒഴിയുന്നുണ്ട്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നമ്മളും അറിയാവുന്നതിനെ ഏറ്റു പറയാതെ കൈ കഴുകി ഒഴിഞ്ഞു മാറുന്ന ചില രംഗങ്ങളുണ്ട്, ചില ഇടങ്ങളുണ്ട്. ഏതിടങ്ങളാണെന്ന് ആത്മശോധന ചെയ്ത് അവിടെ തിരുത്തൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നീയാണ് സത്യമെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ആ സത്യത്തെ ആർജവത്വത്തോടെ ഏറ്റുപറയാൻ തക്കവിധം ഞങ്ങൾക്ക് ധൈര്യം നൽകി നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഭൂരിപക്ഷമല്ല സത്യത്തെ തീരുമാനിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ കാലത്തിന് നൽകണമേ. സത്യമെന്നത് കേവലം അഭിപ്രായമല്ലെന്നും നീ തന്നെയാണ് സത്യമെന്നും ഞങ്ങൾ തിരിച്ചറിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.